അപ്രതീക്ഷിത മഴയിൽ മാള മേഖലയിൽ കൃഷിനാശം. കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരങ്ങളിലെ നെല്ലും വൈക്കോലും കനത്ത വേനൽ മഴയിൽ വെള്ളത്തിലായി. അന്നമനട പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ 80 ടണ്ണിലധികം നെല്ലാണ് വെള്ളത്തിലായത്. ദിവസങ്ങൾക്ക് മുൻപ് കൊയ്ത്തു കഴിഞ്ഞ് നെല്ലെടുക്കാൻ സിവിൽ സപ്ലൈസിനെ കാത്തിരിക്കുന്നതിനിടയിലാണ് എല്ലാം വെള്ളത്തിലായത്. ഇനി നനഞ്ഞ നെല്ല് വീണ്ടും ഉണക്കി മാത്രമേ മില്ലുകാർക്ക് കൊടുക്കാനാകൂ. ഇല്ലെങ്കിൽ തൂക്കത്തിൽ കിഴിവ് നൽകിയായിരിക്കും മില്ലുകാർ നെല്ലെടുക്കുക. വെള്ളത്തിലായ നെല്ല് കർഷകർ തൊഴിലാളികളെ കൊണ്ടുവന്ന് ഉയർന്ന സ്ഥലത്തേക്ക് മാറ്റി. ഇതിനായി വലിയ തുകയാണ് കർഷകർക്ക് ചെലവഴിക്കേണ്ടി വന്നത്. ഇന്ന് റോട്ടിൽ കയറ്റണം വിചാരിച്ച് നിന്നപ്പോഴേക്കാണ് നെൽത്ത മഴയത്താണ് ഇതുമാതിരി വെള്ളം നടന്ന് കെട്ടിയ വൈക്കോലും അതോടൊപ്പം തന്നെ നെല്ലും പിന്നെ വെള്ളത്തിലായത്. കൊയ്യാനാണെങ്കിൽ കുറച്ച് കിടക്കുകയാണ്. അവിടെ ഒരു 3-5 ഏക്കറോളം ഇനിയും കൊയ്യാൻ കിടക്കുകയാണ്. ഏകദേശം ഒരു 40 ഏക്കറോളം വരുന്ന ഒരു പടവാണിത്. അവർ നെല്ല് ദുരിതത്തിലായിക്കൊണ്ടാണ് നെല്ലത്തെ ആ വേനൽ മഴ ഇടശ്രദ്ധ പറ്റിയിരുന്നത്. അന്നമനട പഞ്ചായത്തിലെ മുണ്ടകൻ പാടശേഖരത്തിൽ 60 ടണ്ണോളം നെല്ലാണ് വെള്ളത്തിലായത്. കാച്ചാണി പാടശേഖരത്തിൽ 20 ടണ്ണോളം നെല്ല് പാടത്തുണ്ടായിരുന്നു. കർഷകർക്കുണ്ടായ നഷ്ടം പരിഹരിച്ചു നൽകാൻ കൃഷിവകുപ്പ് നടപടിയെടുക്കണമെന്ന് പാടശേഖരത്തിലെത്തിയ അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവ് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് PD ജോസ്, വാർഡ് മെമ്പർ KK ബിനേഷ് എന്നിവരും പാടശേഖരത്തിലെത്തിയിരുന്നു. TCV ന്യൂസ്, മാള.